അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു ഫിൽറ്ററും ഇല്ല. ഒറിജിനൽ പോലെ കമ്മൽ പോയിട്ട് മുടി ചെയ്യാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അമ്മ ആശുപത്രിയിലാണ് എന്നറിയാമല്ലോ. അപ്പോൾ അതേ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാവരും ഒരുപാട് കമൻ്റ് ഇട്ട് അന്വേഷിക്കാറുണ്ട്, അമ്മയ്ക്ക് അസുഖം കുറഞ്ഞോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മറ്റേ സത്യ സിനിമയില്ലേ, അതിലൊരു പോലീസുകാരനില്ലേ, ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ല എനിക്ക് ഭ്രാന്തില്ല ആ അവസ്ഥയിലാണ് ഞാൻ. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് അമ്മയ്ക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, ആദ്യം അമ്മയ്ക്ക് അസുഖം വന്നു, ചുമ, പനി ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളാണ് കാണിച്ചത്. ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചു. അപ്പോൾ കുഞ്ഞാവയുടെ പിറന്നാളിനോടനുബന്ധിച്ച് 2-3 ദിവസം മുന്നേ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് മരുന്നും കൊണ്ടുവന്നു. 2 ദിവസം ഞാൻ എടുത്തു കൊടുത്തു. 25-ാം തീയതി കുഞ്ഞാവയുടെ പിറന്നാളായിരുന്നു, ജൂൺ 25. അപ്പോൾ ആശുപത്രിയിലായിരുന്നു അമ്മ. അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങിച്ച് നമ്മളിങ്ങ് പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ മരുന്ന് എടുത്തു കൊടുത്തു 2 ദിവസം. 25-ാം തീയതി ആയപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് എല്ലാവരും വന്ന് തിരക്കിൽ. അപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു കുറവുണ്ട്. അമ്മയോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അമ്മ കഴിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷേ അസുഖം ഈ പിറന്നാളിൻ്റെ നിങ്ങൾക്കറിയാം, അച്ചാച്ചി പിടിച്ചുകൊണ്ടാണ് അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ പിടിച്ചാണ് നടന്നു കൊണ്ടിരുന്നത്. ഓൾറെഡി അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ബോഡി ബാലൻസ് ഇല്ല. പെട്ടെന്ന് എണീക്കുമ്പോഴോ നിൽക്കുമ്പോഴൊക്കെ അമ്മ വീഴാൻ പോകും. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അമ്മയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ പുറം പണി, വലിയ പണികളെല്ലാം ഞാൻ ചെയ്യും. ഞാൻ എല്ലാവരുടെ പണിയും ചെയ്യും. പക്ഷേ എനിക്ക് എൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ അമ്മ വേണം. അതങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ തുണി കഴുകുന്നത്, എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നത് എല്ലാം അമ്മയാണ്. നേരെ മറിച്ച് പുറത്തെ വലിയ പണികൾ, ഭാരിച്ച പണികൾ എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ സ്വന്തം കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് അമ്മ വേണം. ഇവിടെ അമ്മ ചെയ്യും. കുഞ്ഞാവൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അവിടെ എനിക്ക് നിർമ്മലാമ്മ ചെയ്തു തരും. അതും എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ തൊട്ടടുത്ത പിള്ളേർ പോലും മുറ്റത്ത് കളിക്കാൻ വന്ന അമ്മ പറയും മിണ്ടരുത്, ഒച്ച ഉണ്ടാക്കല്, കൊച്ചുറങ്ങുവന്ന്. അങ്ങനൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിലുണ്ട്. പക്ഷേ ഇവിടുത്തെ കോഴിയുടെ കാര്യമോ പട്ടിയുടെ കാര്യമോ പോത്തിൻ്റെ കാര്യമോ എന്ത് കാര്യം ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം വരുമ്പം എനിക്ക് അത് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ ഞാനാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ഈ പരിപാടിയെല്ലാം, കുഞ്ഞാൻ്റെ പിറന്നാളിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെയും പിറന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വയ്യാണ്ടായിട്ട് അമ്മുവാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവരെല്ലാം ഉണ്ട്. അമ്മു അണ്ണാണിയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ, കാരണം ചോറും കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇവിടെയും ആൾക്കാരുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അമ്മയുടെ മരുന്ന് സംഭവങ്ങളൊക്കെ, വേറെ കുറച്ച് മരുന്ന് കഴിക്കുന്നുണ്ട് അമ്മ, അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുത്തത് അല്ലാണ്ട് അമ്മ ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അമ്മയുടെ ഇൻഫെക്ഷൻ കൂടിയതെന്നും പറഞ്ഞിട്ട് നമ്മൾ കുറേ വഴക്കൊക്കെ അമ്മയെ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, പിന്നെ ആശുപത്രിയിൽ തിരിച്ചു വന്നു. ഞാൻ അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുത്തപ്പോൾ അമ്മ ഒരൊറ്റ തുപ്പ്, അതായത് ഇതിൻ്റെ കഞ്ഞി എനിക്ക് വേണ്ട, ഭക്ഷണം എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കോരി കൊടുത്ത കഞ്ഞി ഒറ്റ തുപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മ അങ്ങനൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല, എന്നോടൊന്നല്ല ആരോടും പെരുമാറിയിട്ടില്ല. ഞാനൊരൊറ്റ കരച്ചിൽ. ഇത് കേട്ടോണ്ട് മണിയമ്മയുണ്ട് ഇവിടെ, മണിയമ്മ ഓടി വരുന്നു, ദേവു ഓടി വരുന്നു, എല്ലാവരും വരുന്നു. ഞാൻ വലിയ വായിൽ കരയുക, എല്ലാ കാര്യവും നോക്കി കൂടെ നിൽക്കുന്നതുകൊണ്ടും എല്ലാം ചെയ്യുന്നതുകൊണ്ടുമാണല്ലോ ഞാൻ ഈ അനുഭവിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ഇതിനു മുന്നേ. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുഞ്ഞാവിടെ കുറച്ച് ഫ്രണ്ട്സും കാര്യം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ചെന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ തലയെ കൂടെ മൂടിയിരുന്നിട്ട് തലയിൽ 2 തലയാണ എടുത്ത് വെച്ചേക്കുക. അതെനിക്ക് മനസ്സിലാവുന്നത്, തല ഇങ്ങനെ മൂടി തലയാണ തലയെ വെച്ചിരിക്കുക. അതായത് രാത്രി ഒന്നും ഉറങ്ങത്തില്ല. എന്നിട്ട് ഡൈനിങ് ടേബിളെ വന്നിങ്ങനെ കമന്ന് കിടക്കുക. എന്തൊക്കെയോ പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഉറങ്ങാൻ കിടന്ന ഉറക്കത്തിൽ ഭയങ്കര വർത്തമാനം, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉണർന്നിരുന്നാൽ ഭയങ്കര ദേഷ്യം, മൂശിയാട്ട, എല്ലാം എടുത്ത് എറിയുന്നു, നമ്മളെ ഓരോന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ആശുപത്രി ഞങ്ങൾ മാറുന്നുടനെ ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞു, മക്കളൊന്നും എന്നെ നോക്കുന്നില്ല, എന്നെ വല്ല വൃദ്ധസദനത്തിലും ആക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കറിയാം നമ്മളെങ്ങനെ അമ്മയെ നോക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം.
ഇങ്ങനെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കണ്ണൂരമ്മൂനെ വിളിച്ച് സംസാരിച്ചിട്ട് അമ്മ ഇങ്ങനെ, അമ്മ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് ഇൻഫെക്ഷൻ ഭയങ്കര ഹൈ ഇൻഫെക്ഷനായി, അമ്മയ്ക്ക് ന്യൂമോണിയ ആയി. ഇൻഫെക്ഷൻ ഹൈ ആയപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്, അപ്പം ന്യൂമോണിയ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു സ്വഭാവത്തിലൊരു മാറ്റം. അതുവരെ നമ്മളൊരു മോശം വാക്ക് പറയാണ്ട് പെരുമാറ്റത്തിലൊരു വ്യത്യാസവും ഇല്ലാണ്ടിരുന്ന ഒരു അമ്മ പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറിയപ്പോൾ പേടിയായിപ്പോയി. അപ്പോൾ അമ്മൂനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനും അച്ഛമ്മയ്ക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോഡിയത്തിൻ്റെ കുറവ് വരുമ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയും, ഇവർക്ക് വേറൊരു മെൻറ്റാലിറ്റിയിലേക്ക് പോകും. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പിന്നെ ഞാനല്ല അണ്ണാണിയായിരുന്നു അന്നേരം ആശുപത്രിയിൽ നിന്നത്. കാരണം ഞാനിവിടെ നിന്നെങ്കിലേ രാവിലത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, കിടുവിനെ സ്കൂളിൽ വിടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ അമ്മയ്ക്ക് സമയത്ത് കഞ്ഞിയും ഭക്ഷണവും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. എന്തൊക്കെയാണ് 3-4 ദിവസമായിട്ട് എൻ്റെ തലച്ചോറിൽ കൂടെ ഓടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു മിനിറ്റ് ഇരിക്കുകയും കിടക്കുകയും ചെയ്യാണ്ട്, ഒന്നാമത്തെ കാര്യം പ്രഗ്നൻസിക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ആവശ്യത്തിന് റെസ്റ്റ് വേണം. ആ റെസ്റ്റിന് വരെ ഇത്രയും പണിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിൻ്റെ കൂടെ അമ്മ എന്നെ ആ തുപ്പിയ കേസ് എനിക്കും കൂടെ മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കുവാണെങ്കിൽ കുറേ ഞാൻ കരഞ്ഞേനെ. എന്നിട്ട് സോഡിയത്തിൻ്റെ കാര്യം ചെക്ക് ചെയ്യിപ്പിച്ചപ്പം അമ്മയ്ക്ക് സോഡിയം ഭയങ്കര കുറവാണ്. അവർ മരുന്ന് സോഡിയത്തിൻ്റെ ഓൾറെഡി കൊടുക്കുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഞങ്ങളാരും അറിഞ്ഞില്ല, ചോദിച്ചുമില്ല. സോഡിയത്തിൻ്റെ കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇടയ്ക്കൊന്ന് പോയി നോക്കുക, ഓടി വരിക എന്നല്ലാണ്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പറ്റി എന്താണെന്ന് വെച്ചാൽ, അതായത് അമ്മ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജിലാണ്. അതായത് ഈ ഒരു സാങ്കല്പിക ലോകത്തിലാണ്. രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ വരെ വർത്താനം പറയും ഉറക്കത്തിൽ. ഒന്ന് കണ്ണടയ്ക്കും, അപ്പോൾ എന്തൊക്കെയോ താറാവിനെ അടവെച്ച കാര്യം, കാനഡയിൽ പോകുന്ന കാര്യം, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സോഡിയം ബോഡിയിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ല് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവുന്നൊരു സ്റ്റേജ് വരും, അത് നോർമൽ ആവണം. ഇതുകൊണ്ടാണ് ഈ തുപ്പുന്നതും എന്നെ വൃദ്ധസദനത്തിലാക്കണം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങൾ അങ്ങനെ അമ്മയെ നോക്കുന്നതാണ്, എന്തൊക്കെയോ പറയുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറവ്, അമ്മയ്ക്ക് ഭയങ്കര ഓർമ്മക്കുറവാണ്. അപ്പോൾ ഈ ഞാനോർത്ത് എന്താ ഒരു വാശിപ്പുറത്ത് അമ്മ ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യാത്തതാണ്, അല്ല അമ്മയുടെ എന്തോ ഒരു മെൻറ്റാലിറ്റിയിൽ അമ്മയുടെ അടുത്ത് ഒളിച്ചു വെച്ചു. അങ്ങനെയാണ് അത് ന്യൂമോണിയ വരെ എത്തിയത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ ഇവർ പരസ്പരബന്ധം ഇല്ലാണ്ട് സംസാരിക്കുന്നതും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, സോഡിയം ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ന്യൂമോണിയ അങ്ങേയറ്റം പറ്റിയായിരുന്നു, ഇപ്പോൾ കുറവുണ്ട്. അതായത് ആശുപത്രി കിടക്കുന്ന വീഡിയോ ഒന്നും ഞാനെടുത്ത് കാണിക്കാത്തതാണ്. കാരണം അങ്ങനെ, അതായത് അമ്മ ആരാന്നോ ഞങ്ങൾ ആരാന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ അമ്മ പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കത് അതിലേക്കാട്ടി എന്നിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇന്നലെ ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല, ഞാൻ വലിയ വായിൽ കുറേ നേരം അങ്ങ് കരഞ്ഞു. കാരണം ഞാനങ്ങ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്ത് എനിക്ക് വയറുവേദന എടുക്കുമോ, തലവേദന എടുക്കുമോ, കരച്ചിൽ വരുമോ, ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പണി തന്നെ. എന്നിട്ട് ഈ അമ്മയുടെ പെരുമാറ്റം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് കുറവുണ്ട്, പക്ഷേ ഒത്തിരി ഓർമ്മക്കുറവ്, പരസ്പരം ബന്ധമില്ലാതുള്ള സംസാരം, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം ഉണ്ട്. അമ്മ എല്ലാ വീഡിയോ കാണുകയും വീഡിയോയുടെ കമൻറ്റ് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് വീഡിയോയിൽ നടക്കുന്നത്, ഫോണിൽ എന്താണ് നടക്കുന്നത്, ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് ഒന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല, അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മയെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അമ്മയുടെ ഇപ്പോഴത്തെ ഒരു കോലവും അമ്മയുടെ ഒരു പെരുമാറ്റവും എല്ലാം. അമ്മ മൊത്തത്തിൽ വേറൊരാളായിട്ട് മാറി. മരുന്ന് കഴിച്ചാൽ കുറയുമെന്നാണ് പറയുന്നത്, നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് അമ്മയെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, പകലുറക്കമില്ല, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ പിറന്നാളുണ്ടായിരുന്നു, അവൻ്റെ 5ാം പിറന്നാളായിരുന്നു. നമുക്ക് ആശുപത്രി ഒരു സൈഡിലുണ്ട്, അമ്മ അങ്ങനെ കിടക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ആളെ ഇരുത്തിയിട്ട് കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും പിറന്നാളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു സൈഡിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വീട്ടിൽ എങ്ങനെ നിന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു തീയാണ്. ആശുപത്രിയിൽ എന്താണ് നടക്കുന്നത്,
അവിടുത്തെ നേഴ്സുമാർക്കറിയാം രാത്രി ആകുമ്പോഴത്തേക്ക് അമ്മ നിലവിളിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും. ഇതിങ്ങനെ മാറി മാറിയാണ്. ഒരു ദിവസം അണ്ണാണി നിൽക്കും, ഒരു ദിവസം കുഞ്ഞാവ നിൽക്കും, ഒരു ദിവസം അച്ചാച്ചി നിൽക്കും. ഇങ്ങനെ മാറി മാറിയാണ് രാത്രി ആശുപത്രി നിൽക്കുന്നത്. കാരണം ഞാനുണ്ടെങ്കിൽ രാവിലെ ഇവിടുത്തെ ചോറും കറിയും കാര്യങ്ങളും എല്ലാം റെഡി. അമ്മയ്ക്ക് കഞ്ഞി കൃത്യസമയത്തെല്ലാം എത്തിക്കണ്ടേ. അതെന്താ വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ അമ്മ മധുരം കഴിച്ചോ ഇറച്ചിയോ മീൻ ചെറിയ ഏതൊക്കെയോ മീൻ 1-2 മീൻ കഴിക്കും. അല്ലാണ്ട് മുട്ടയോ പാലോ ഇതൊന്നും കഴിച്ച് ഞാനങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും, അതായത് ഒരു 10-20 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്കിൽ പോലും അമ്മയ്ക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, പ്രഷറുണ്ട്, ഇതെല്ലാം ഉണ്ട്. BP 120 വേണ്ടിടത്ത് അമ്മയ്ക്ക് 190 BP കൂടുമ്പോൾ ഡോക്ടേഴ്സിനുള്ളൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ വല്ലതും ആണോ എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു എന്തോ ഇത്ര ടെൻഷൻ അമ്മയ്ക്കൊന്നും. അമ്മയ്ക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മ ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങൾ, എന്നിട്ട് അമ്മയ്ക്ക് ടെൻഷനാവുക. വെറുതെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്ന് വെച്ചോ, പെട്ടെന്ന് അമ്മ ഓർക്കും അത് അമ്മയെപ്പറ്റി പറയുവാണെന്നോ അല്ലെ ഇവിടെ അങ്ങനെ എന്തോ നടക്കാൻ പോവുകയാണെന്നോ പറഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നമ്മളോടൊക്കെ അങ്ങ് ചൂടാവുക, വെറുതെ അങ്ങ് ദേഷ്യപ്പെടുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കും, ഇതെന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്നിട്ട് അമ്മയ്ക്ക് BP കൂടുക. അപ്പോൾ ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, ഈ ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ മധുരവോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല, ശരീരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഷുഗറാണ്. നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു കറിയിൽ എണ്ണ ഒഴിച്ചോ ഉപ്പ് കൂട്ടിയോ ഒന്നും അമ്മ ചെയ്യൂല. അതായത് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് അമ്മ ചെയ്യുന്നത് എന്താ വെച്ചാൽ വെള്ളം ചൂടാക്കും. ചൂടാക്കിയ വെള്ളം തലേന്ന് രാത്രി ചൂടാക്കിയ വെള്ളം തണുപ്പിച്ചാണ് രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തലേന്ന് ചൂടാക്കിയ വെള്ളം തണുപ്പിച്ചെങ്കിൽ മാത്രമേ അമ്മ ആ വെള്ളത്തിലെ തല കഴുകത്തുള്ളൂ, ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. അതും വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹീറ്ററിലെ വെള്ളം പറ്റത്തില്ല. ഇങ്ങനെ കുറേ പേടിയുണ്ട് അമ്മയ്ക്ക്. നമ്മൾ തോട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലെയോ വെള്ളത്തിലല്ലാണ്ട് വേറൊരു വെള്ളത്തിൽ കുളിക്കത്തില്ല. വല്ലാത്തൊരു ഉൾപ്പേടിയൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതിൻ്റെ കൂടി ഈ സോഡിയത്തിൻ്റെ ലോസും കൂടെ അത് പലപ്പോഴും എന്നെ പറയുന്ന ചീത്തയും ബഹളവും വഴക്കും ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പം നിങ്ങളെ വീട്ടിലാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പെരുമാറ്റത്തിൽ വ്യത്യാസം വരുമ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അഭിനയമാണോ എന്ന്. ചിലപ്പോൾ തോന്നും മനഃപൂർവ്വം ഇതൊക്കെ ഉള്ളി വെച്ച് പറയുവാണ്. എന്തൊക്കെ ഞാനും തിരിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു, കുറേ വഴക്ക് ഞാൻ പറഞ്ഞു. ഇത് എന്തോത്തിൻ്റെ നോക്കടാ, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിലൊക്കെ ഭയങ്കര ഒരു കുറ്റബോധമുണ്ട്. കാരണം ഈ സോഡിയം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവമാണെന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്, പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജീവിതത്തിൽ അനുഭവമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ മാനസികമായി ശാരീരികവുമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാ ഇത്രയുടെ ഇതിൽ ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട്, എന്തായിരുന്നുണ്ട് ഇത്രയുടെ ഇതാ ഈ ഒരു 2 വിരലും എൻ്റെ ഇത്രയുടെയും ഈ ഒരു 2 വിരലും കൂടെ കഴിഞ്ഞ ദിവസം അങ്ങ് പൊള്ളി വറുത്തെടുത്ത പോലെ ഇരിക്കുമോ ഇത്രയുടെ. ഈ കൈവെള്ള ആയതുകൊണ്ടാണ് കൊമളിക്കാത്തത്. ഇതങ്ങോട്ട് വേദന വിങ്ങി 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 ഈ ഒരു കൈയും വെച്ചാണ് കംപ്ലീറ്റ് പണിയത്. ഭയങ്കരമായിട്ട് പൊള്ളിയിട്ടുണ്ട് എൻ്റെ കൈ. കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്ക്. ഇത്രയുടെ അങ്ങ് വെന്തതാണ്. അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്ത് ചട്ടുക വരുന്നേ, അതിരുന്ന് ചൂടായത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തോ പെട്ടെന്ന് ധൃതിയിൽ മീൻ തിരിച്ചിടാൻ വേണ്ടി ഈ ചട്ടുക ഇങ്ങനെ അങ്ങ് പിടിച്ച് കൈ അങ്ങ് പൊള്ളി, കയ്യും മുറിഞ്ഞ് വരാനിനിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ തൊടുന്നേയും പിടിക്കുന്ന എല്ലാം പണിയാണ്. ഒരു സൈഡിൽ കൂടെ എല്ലാം നല്ല സന്തോഷത്തിൽ പോകും, ഒരു സൈഡിൽ എല്ലാം കൂടെ സങ്കടം. പിന്നെ എല്ലാം ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മളോട് മൂശിയാട്ടയും ദേഷ്യവും പ്രശ്നങ്ങളും ഒക്കെ വീട്ടുകാർ കാണിക്കും, അച്ഛനും അമ്മയും ആര് വേണമെങ്കിലും കാണിക്കും. പക്ഷേ മനസ്സിലാക്കുക, എന്തൊക്കെയോ ഫാക്ടറുകളുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നമുക്കറിയുന്നതിനപ്പുറത്തേക്ക്. നമ്മൾ പെട്ടെന്ന് തള്ളിക്കളയുന്നതിനെക്കാട്ടിലപ്പുറത്തേക്ക് അവർക്കോ നമുക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ ഫാക്ടറുകളുണ്ട്. അതായത് എനിക്കറിഞ്ഞൂടാ എങ്ങനെ പറയണമെന്ന്. എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് പറയാനറിയത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ കമൻറ്റിലിടാൻ പറ്റുന്നവർ, കമൻറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇടുക. വായിക്കുമ്പോഴും എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. മറുപടി തന്നില്ലെങ്കിലും ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ ഒരു കോലം നോക്കി. അപ്പോൾ നിങ്ങളത് ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് കമൻറ്റിലിട്ട് കഴിയുമ്പോൾ ഒരാശ്വാസം. കുറേ പേര് കൂടെ ഉണ്ടെന്നും നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു തോന്നലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബലമല്ലേ. അപ്പോൾ ഞാൻ അമ്മയുടെ ആശുപത്രി കിടക്കുന്ന വീഡിയോ കുറേ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ഇടുന്നില്ല. എനിക്ക് അങ്ങനെയൊരു എന്താ പറയുന്നത്, നമുക്ക് അങ്ങനെയൊരു അത് വേണ്ട. കണ്ടൻ്റ് ആക്കാനാണെങ്കിൽ നമുക്കത് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു.
നിങ്ങളോ ഞാനോ കാണുന്ന സുലു അമ്മയല്ല ആശുപത്രിയിലുണ്ടായിരുന്നത്. നമുക്കറിയാവുന്ന ഒരു അമ്മയേ അല്ല, മൊത്തത്തിൽ മാറിയ ഒരു അമ്മയാണ്. പക്ഷേ ഇപ്പോൾ നല്ല കുറവുണ്ട്. ഇന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട്. എല്ലാം ഞാൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അമ്മയുടെ പെരുമാറ്റം കണ്ടാൽ ഞാൻ ആരാന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. നമുക്ക് ഭയങ്കര മറവിയും കാര്യങ്ങളും ഒക്കെയാണ്. അമ്മ ഈ വീഡിയോ കാണത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് 100% ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.